മിൽക്കി മെഷീൻ വാങ്ങുമ്പോൾ ക്രിസ്മസ് ആയിട്ട് 15,000 രൂപ ഓഫർ വേണോ? ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചെറുകിട ക്ഷീര കർഷകർ മുതൽ വലിയ ഫാമുകാർക്ക് വരെ പറ്റിയ മിൽക്കി മെഷീൻസ് ആണ്. അപ്പൊ ഓഫർ അറിയാനായിട്ട് നേരെ വീഡിയോയിലേക്ക് പോയാലോ. സാധാരണ മിൽക്കി മെഷീനിൽ നിന്നും MDMന്റെ മിൽക്കി മെഷീനിന് വ്യത്യാസം എന്താ? ഇപ്പൊ നമ്മുടെ മിൽക്ക് മെഷീൻസിൽ തന്നെ ഇന്ത്യയിൽ വേറെ ആരും കൊടുക്കാത്ത വാട്ടർ പ്രൂഫ് പൾസേറ്റർ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു പൾസേറ്ററിന്റെ ഉള്ളിലാണെങ്കിൽ SS പ്ലേറ്റാ വരുന്നത്. സോ തുരുമ്പ് പിടിക്കാനുള്ള സാധ്യതകളൊന്നും ഉണ്ടാകത്തില്ല. അതുപോലെ നമ്മുടെ വാക്യൂം ടാങ്ക് നോക്കുവാണെങ്കിൽ അത് നമ്മൾ SS കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് അതിനും തുരുമ്പ് പിടിക്കും എന്നുള്ള ഒരു പേടി അങ്ങനെയൊന്നും വേണ്ട. അപ്പൊ ഈ മിൽക്കി മെഷീൻ ഉപയോഗിക്കുമ്പോൾ പശുക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാം? ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. കാരണം നമ്മൾ ഈ ലൈനർ കണ്ടോ, ഈ ലൈനറും അതുപോലെ ടീത്ത് കപ്പ് നമ്മൾ ഫുഡ് ഗ്രേഡിലെ SS കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇപ്പൊ റബ്ബർ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ പശുക്കൾക്ക് എങ്ങനത്തെ അകടായിക്കോട്ടെ ഒരു കുഴപ്പമില്ലാതെ അതോടെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോളൂ. അതായത് പശുക്കുട്ടി കുടിക്കുന്ന അതേ ഫീൽ ആയിരിക്കും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ക്ലസ്റ്ററിന് നല്ല വെയിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കൈക്കറവില്ലാതെ പശുവിന്റെ അകട്ടിൽ വരുന്ന അവസാനത്തുള്ളി ആ പാൽ വരെ നമുക്ക് എടുക്കാൻ പറ്റും. ഈ കാണുന്ന ക്ലസ്റ്ററിന് കുറച്ചും കൂടി വലുപ്പമുണ്ട്. അതെന്താ അങ്ങനെ? അത് വന്നിട്ട് ഈ ക്ലോ കണ്ടോ, ഈ ക്ലോ നമ്മൾ ആക്ച്വലി 6 mm തിക്നെസ്സിലാണ് കൊടുത്തിരിക്കുന്നത്. അതും ട്രാൻസ്പെറന്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ പാല് പോകുന്നത് കാണാൻ പറ്റും. 6 mm തിക്നെസ് ആയതുകൊണ്ട് തന്നെ താഴെ ചാടിയോ അല്ലെങ്കിൽ പശ ചവിട്ടിയാലൊന്നും ഒന്നും പറ്റത്തില്ല. നല്ല സ്ട്രോങ് ആണ്. ഈ ക്യാൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണെന്ന് തോന്നുന്നു അല്ലേ? അതെ, ഇത് വന്നിട്ട് 22 ലിറ്ററിന്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്യാനാ. സോ നിങ്ങൾക്ക് തുരുമ്പ് പിടിക്കത്തില്ല. അതുപോലെ നമ്മുടെ മിൽക്ക് മെഷീൻസ്, നമ്മുടെ MDMന്റെ മിൽക്ക് മെഷീൻസിൽ തന്നെ വേറെ ആരും കൊടുക്കാത്ത NRV വാൽവ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇപ്പൊ ഈ ക്യാൻ വന്നിട്ട് പാല് നിറഞ്ഞു പോയാലും ശരി, നിങ്ങളുടെ പശുവിന്റെ കറവ് ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആയിക്കോളും. അപ്പൊ ഈ പറഞ്ഞ വാൽവിനെ കുറിച്ച് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. കാരണം നമ്മുടെ MDMൽ മാത്രം ഇങ്ങനെ സംഭവങ്ങൾ കൊടുക്കുന്നു. ഇന്ത്യയിൽ തന്നെ ആദ്യം തന്നെയാണ്. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തേക്ക് പോകണമെങ്കിൽ തന്നെ ഇത് നിറഞ്ഞു പോയി നമുക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ആവും. ഈ മെഷീന്റെ അടുത്ത പ്രത്യേകത എന്താ? അതാണ് നമ്മുടെ ഈ മോട്ടർ വന്നിട്ട്. അതായത് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അലൂമിനിയം വൈൻഡിങ്ങിലായിരിക്കും മോട്ടർ കൊടുക്കുന്നത്. നമ്മുടെ MDMലാണ് നമ്മൾ കോപ്പർ വൈൻഡിങ്ങിൽ മോട്ടർ കൊടുക്കുന്നത്. സോ ഈ കോപ്പർ വൈൻഡിങ് ഒക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ലൈഫ് നിൽക്കും, നമുക്ക് ഒരുപാട് നാളെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ചൂടുണ്ടാവില്ല, ഹീറ്റ് ആവൂല അല്ലെ? ഇല്ല, ഹീറ്റിംഗ് ഇഷ്യൂ ഭയങ്കര കുറവായിരിക്കും. അതൊരു നല്ല കാര്യം കേട്ടോ. എന്നുവെച്ചാൽ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കത്ത് പിടിക്കും, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചാൻസ് ഉണ്ടാവും. പക്ഷെ അതുണ്ടാവില്ല. അടുത്ത നമ്മൾ ഈ പമ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ പമ്പിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഈ പമ്പ് വന്നിട്ട് ഇൻബിൽറ്റ് ഓയിൽ പമ്പാ. അത് നൈലോണിലാണ് കൊടുത്തിരിക്കുന്നത്. സോ തേഞ്ഞു പോകാനുള്ള സാധ്യതകളൊന്നും ഉണ്ടാകത്തില്ല. അതുപോലെ ഇതിനകത്ത് മോണോ ബ്ലോക്ക് എന്ന് പറഞ്ഞ ടെക്നോളജി ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് പവർ കൺസപ്ഷന്റെ കാര്യങ്ങൾ അങ്ങനെയൊന്നും പ്രശ്നം ഉണ്ടാകത്തില്ല. ഈ മിൽക്കി മെഷീൻ എത്ര പശുക്കളെ കറക്കാൻ? ഇതിനകത്തൊരു 10 to 15 പശുക്കൾ വരെ കറക്കാൻ പറ്റുന്നതാണ്. ഫാമുകാർക്ക് പറ്റിയതാട്ടോ. അതുമല്ല, ചെറിയത് ആൾക്കാർക്കും പറ്റിയതാണ്. ഈ ഒരു മെഷീൻ നമുക്ക് 3 രീതിക്ക് ഉപയോഗിക്കാം. അതായത് നാനോ ആയിട്ട്, അതായത് ഈ മെഷീന്റെ അടുത്തോട്ട് പശുവിനെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് അങ്ങനെ കറക്കാം. അല്ലെങ്കിൽ ഇത് ട്രോളി ആയിട്ട് തള്ളിക്കൊണ്ട് പോയിട്ട് പശുവിനെ അടുത്ത് കൊണ്ടുപോയി കറക്കാം. അതിനാണ് ഇത് ഈ ഒരു ചക്രമൊക്കെ ഉള്ളത്. ഇങ്ങനെ തള്ളിക്കൊണ്ട് നമുക്ക് അത്ര സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യം വരില്ല. പിന്നെ തള്ളിക്കൊണ്ടാണ് പോയി കറക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈപ്പ് ലൈൻ ഫിറ്റ് ചെയ്തിട്ട് കണക്ട് ചെയ്തിട്ട് അങ്ങനെ ഇത് കൊണ്ടുവച്ച് കറക്കാവുന്നതാണ്. പിന്നെ ഈ മിൽക്കി മെഷീൻ 3 രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം അല്ലേ? അതെ. അതായത് നിങ്ങൾക്കിപ്പോ നിങ്ങളുടെ വീട്ടിൽ സോളാർ ഉണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അല്ല കറണ്ടിൽ നിങ്ങൾക്ക് സാധാരണ യൂസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അല്ല UPSലും യൂസ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല ഇതൊന്നുമില്ലേ, നിങ്ങൾക്ക് ഈ 6.5 HP എഞ്ചിൻ കൊടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇതിന്റെ വില എന്ത് വരും? ഇതിന്റെ വില വന്നിട്ട് ആക്ച്വൽ പ്രൈസ് നോക്കുവാണെങ്കിൽ 44,900 ആണ്. ഇപ്പൊ ക്രിസ്മസ് ഒക്കെ അല്ലേ വരാണേ. സോ ക്രിസ്മസ് ഓഫർ ആയിട്ട് നമ്മൾ 15,000 ഡിസ്കൗണ്ട് കിഴിച്ചിട്ട് 29,900 ഇപ്പൊ കൊടുക്കുന്നത്. അടിപൊളി ഓഫർ. ഇപ്പൊ ക്രിസ്മസ് ആയിട്ട് വന്ന എല്ലാവർക്കും ഓഫർ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് വാങ്ങിക്കാം. സ്പെയർ പാർട്സിന് കിട്ടുമോ? ഉറപ്പായിട്ടും നമ്മുടെ കമ്പനിയിൽ നിങ്ങൾക്ക് സ്പെയർ പാർട്സ് ഒക്കെ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള എല്ലാം ചെയ്ത് കൊടുക്കൂല്ലേ? പിന്നെ കേരളത്തിൽ എന്ത് സർവീസും കാര്യങ്ങളും ഉണ്ടോ? അതെ, നമുക്കിപ്പോ നമ്മുടെ കേരളത്തിലെ ആൾക്കാർക്കായിട്ട് നമ്മൾ കേരളത്തിൽ സർവീസ് സെന്റർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഷൊർണൂരാണ് നമുക്ക് സർവീസ് സെന്റർ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് അവിടെ പോയി മെഷീൻ കാണണമെങ്കിൽ കാണാനും പറ്റും അവിടെ പോയി. അപ്പൊ ഈ കാണുന്ന മെഷീന്റെ വാറന്റി എങ്ങനെയാ? നമുക്ക് ഈ ഒരു ബെസ്റ്റ് മിൽക്ക് മെഷീന് 5 വർഷത്തെ വാറന്റി വരുന്നുണ്ട്. നമ്മുടെ കമ്പനിയുടെ പേര് വന്നിട്ട് മോഡേൺ ഡയറി മെഷീൻസ്, MDM എന്ന് പറയും. ലൊക്കേഷൻ നമ്മുടെ കമ്പനിയുടെ മെയിൻ ബ്രാഞ്ച് ഇവിടെ കോയമ്പത്തൂർ കോവിൽ പാളയത്താണ്. സോ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയിൽ ഇവിടെ ഡെമോയും ഒക്കെ കാണിച്ചു തരും. അതിനുള്ള ഡെമോ പേഴ്സൺസ് കൂടെ അവൈലബിൾ ആണ്. ഡയറക്റ്റ് വന്ന് എടുക്കാനും ചെയ്യാം അല്ലേ? അതെ. നമ്മുടെ കമ്പനി ഇവിടെ തിങ്കൾ തൊട്ട് ഞായർ വരെ നമുക്ക് ഉണ്ടാവും. ഇതെങ്ങനെയാണ് നമ്മുടെ സർവീസ്? ഡയറക്റ്റ് വന്ന് എടുക്കുവാണോ അത് നിങ്ങൾ അയച്ചു കൊടുക്കുക? എങ്ങനെയാണ്? നമുക്ക് രണ്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് വന്നുകൂടെ എടുക്കാം, അത് നമുക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പൊ ചെറിയ ക്ഷീര കർഷകർക്ക് പറ്റിയ മെഷീൻ ഉണ്ടോ? ഉറപ്പായിട്ടും. നമുക്ക് ഇവിടെ ഒരു മിൽക്ക് മെഷീൻ മാത്രമല്ല, 3 പശുക്കൾ, 5 പശുക്കൾ, അതുപോലെ 30 പശുക്കൾ വരെ കറക്കാൻ പറ്റിയ മെഷീൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ വലിയ ഫാമുകാർക്ക് പറ്റിയ മിൽക്ക് മെഷീൻ ഉണ്ട്. അത് മാത്രമല്ല നമ്മുടെ ചെറിയ ക്ഷീര കർഷകർക്കും പറ്റിയ മിൽക്ക് മെഷീൻ ഉണ്ട്. അപ്പൊ ഇത് വാങ്ങാൻ വേണ്ടി ക്ഷീര കർഷകർ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി. കോൺടാക്ട് ചെയ്യുമ്പോൾ സെയിൽസ് പേഴ്സൺസ് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നോളൂ. അപ്പോൾ കോൺടാക്ട് നമ്പർ ഞങ്ങൾ ചാനലിട്ടേക്കാം. നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാ വിവരങ്ങളും ഇവർ പറഞ്ഞു തരുന്നതായിരിക്കും.